ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്കും ഒരുവിധം സുഖം തന്നെ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോയിൽ ഇന്നലെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, മഞ്ഞൾ പുഴുങ്ങുന്നത് എങ്ങനെയൊക്കെ എന്നുള്ളത്. അപ്പോൾ ഇന്നത്തേത് എന്താണെന്ന് വെച്ചാൽ ഉണങ്ങിയിട്ട് അതിനകത്ത് അതിൻ്റെ വേരും പൊടിയും ഒക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെ തോലൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ മാറ്റി എങ്ങനെ വൃത്തിയാക്കി എടുക്കുക എന്നുള്ളതാണേ, ഉണങ്ങിയതിന് ശേഷം. അപ്പോൾ അതിന് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് അത് വാരിയെടുത്തിട്ട് ഒരു ചാക്കിനകത്തോ ചണച്ചാക്കിനകത്തോ ഒരു പ്ലാസ്റ്റിക് ചാക്കിനകത്തോ ഇട്ടിട്ട് നന്നായിട്ട് തറയിലിട്ട് ഒന്ന് അടിച്ച് അല്ലെന്നുണ്ടെങ്കിൽ കാല് വെച്ചിട്ട് നന്നായിട്ട് ചവിട്ടി മെതിക്കുക. അപ്പോൾ ഈ മഞ്ഞളിൻ്റെ പുറത്തുള്ള വേരിൻ്റെ ഭാഗങ്ങളും അതിൻ്റെ പിന്നെ തോലുണ്ടല്ലോ, പുറത്തുള്ള ആ തോലും ഒക്കെ ഇളകിപ്പോരും. എന്നിട്ട് നമുക്ക് പാറ്റി അതിനെ ക്ലീൻ ചെയ്യാം. പാറ്റുമ്പോഴത്തേന് എല്ലാം ഈ പൊടിയെല്ലാം പറന്നു പോകും. ഇപ്പം ഞങ്ങളുടെ ടെറസിലായതുകൊണ്ട് നല്ല കാറ്റാണ്. അപ്പോൾ പാറ്റുമ്പോഴത്തേന് നന്നായിട്ട് ക്ലീനായി വരും. അപ്പോൾ അതേപോലെ എല്ലാം ഞാനിപ്പോൾ ഉണക്കിയിട്ടേക്കുന്ന എല്ലാം അതേപോലെ തന്നെ അടിച്ച്, ഞാനൊരു പ്ലാസ്റ്റിക് ചാക്കിനകത്ത്, ചെറിയ കുട്ടിച്ചാക്കിനകത്താണ് ഇട്ടിട്ട് അടിക്കുന്നത്. അതങ്ങനെ അടിച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. പണ്ടൊക്കെ നമ്മൾ കടയിൽ നിന്ന് പൊടിയല്ല മേടിക്കാൻ കിട്ടുന്നത്, ഇതേമാതിരിയുള്ള ഇത് തൂക്കി മേടിക്കുന്നത്. എന്നിട്ട് അമ്മിക്കല്ലിൽ വെച്ചിട്ട് അരയ്ക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാൻ പറ്റും. അമ്മിക്കല്ലിൽ വെച്ചിട്ട് ആദ്യമേ ഇത് വെച്ച് ചതയ്ക്കും. ഇങ്ങനെ ചതയ്ക്കുമ്പോൾ തന്നെ അമ്മിക്കല്ലിൻ്റെ സൗണ്ട് അപ്പുറത്തെ വീടുകളിലൊക്കെ കേൾക്കും. അപ്പം നമുക്ക് മനസ്സിലാവും, അവിടെ അരയ്ക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇപ്പോഴൊന്നും അതൊന്നും കേൾക്കാനേ ഇല്ലല്ലോ, അമ്മിക്കല്ലിൻ്റെ സൗണ്ടോ. അതിന് പകരമായിട്ട് മിക്സിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. പണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാൻ കടയിൽ നിന്ന് ഇത് ഇങ്ങനത്തത് തൂക്കി മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, പേപ്പറിൽ പൊതിഞ്ഞൊക്കെ. അപ്പോൾ അതൊക്കെ ഇതിപ്പോൾ എനിക്ക് ഓർമ്മ വരും ഇതെല്ലാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ തോലും ഒക്കെ അതിനകത്ത് തന്നെ ഉണ്ടാവും, വേരും ഒക്കെ. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ വൃത്തിയാക്കിയ പിന്നെ മഞ്ഞളാണേ ഇതാ. അപ്പോൾ അതിനകത്ത് ഒന്നുമില്ല, അതിൻ്റെ സ്കിന്നും റഫായിട്ടിരുന്നതെല്ലാം മാറിപ്പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഒന്ന് കമൻറ്റും ചെയ്യണേ, ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കേ, താങ്ക് യു. ഇതൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.